ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നല്ലൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു വ്ളോഗ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഒരു എഡിറ്റിംഗ് വീഡിയോ എന്ന് പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തു, ഈ വ്ളോഗ് ഫുള്ളായിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നൊന്ന് പറയാമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഇന്ന് വേറെ ഒരു സബ്ജക്റ്റാണ് സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ ഇത് പല ആൾക്കാർക്കും പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നത് ചെയ്യുവാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ഒരു വീഡിയോ എടുക്കണം, വീഡിയോ എടുത്തതിന് ശേഷം എങ്ങനെ അത് കമ്പ്യൂട്ടറിൽ കൊണ്ടുവരണം, എങ്ങനെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ എഡിറ്റ് ചെയ്ത് ഇത് യൂട്യൂബിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മൾ പറയുമ്പോഴത്തേന് ഒരു വീഡിയോ എടുക്കേണ്ട ക്യാമറ, അതായത് നമുക്കൊരു വ്ളോഗ് എടുക്കുമ്പോൾ ആ വ്ളോഗ് എടുക്കേണ്ട ക്യാമറ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം വ്ളോഗ് എടുക്കാനായിട്ട് പൊതുവേ ഞാൻ ഉപയോഗിക്കുന്നത് 4 ടൈപ്പ് ക്യാമറകളാണ്. ഒന്ന്, എനിക്കൊരു സിനിമ ക്യാമറ ഉണ്ട്. അത് ഈ പറയുന്നവരുള്ള ലോക്കലായിട്ടുള്ള ഇൻ്റർവ്യൂകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇരുന്നുള്ള വലിയ മൂവ്മെൻ്റ് ഇല്ല, കാരണം അതൊരു ബിഗർ സെറ്റപ്പാണ്. മാത്രമല്ല പവർ ഫുള്ള് ടൈം കൊടുക്കേണ്ടി വരും. അതായത് ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രൊഡക്ഷൻ ക്യാമറയാണ് എൻ്റെ ഉള്ളത്. ഒത്തിരി പുതിയതല്ല, എനിക്ക് തോന്നുന്നൊരു 6-7 വർഷം മുമ്പ് ഞാൻ മേടിച്ചതാണ്. അതാണിപ്പോൾ ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്തതായി എൻ്റെ കയ്യിലുള്ളത് ഒരു സോണിയുടെ ക്യാമറയുണ്ട്, ഒരു കാനോണിൻ്റെ ക്യാമറയുണ്ട്. ഈ 2 ക്യാമറകളാണുള്ളത്. സോണിയുടെ ക്യാമറ എന്ന് പറയുന്നത് പോർട്ടബിളാണ്, കൊണ്ടുനടക്കാം, മിറർലെസ് ക്യാമറയാണ്. പിന്നെ ഒരു കാനോണിൻ്റെ ക്യാമറയുണ്ട്, കാനോണിൻ്റെ 6D എന്ന് പറയുന്ന ഒരു ക്യാമറയുണ്ട്. അതിൽ 1080pയിലേ എടുക്കാൻ പറ്റുള്ളൂ. സോണിയുടെ 7 ആൽഫ മാർക്ക് 2 തന്നെ എൻ്റെ ഇരിക്കുന്നത്, അതിനും 1080pയിലേ എടുക്കാൻ പറ്റുള്ളൂ. 1080p എന്ന് പറഞ്ഞാൽ HD-ലും എടുക്കുന്ന രീതിയാണ്. അതായത് നമ്മളിപ്പോഴത്തെ യൂട്യൂബ് എല്ലാം 4Kയിലാണ് ഓടുന്നത്. 4K എന്ന് പറയുന്നത് ഇച്ചിരി ക്ലാരിറ്റി ഉള്ള രീതിയിലാണ് ഓടുന്നത്. അപ്പോൾ അതാണ് ഒരു ക്യാമറകൾ. അങ്ങനെ 2 ക്യാമറകളാണ് എനിക്കുള്ളത്. അത് കുറച്ചുകൂടെ വലിയ പോർട്ടബിൾ ക്യാമറാസാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വ്ളോഗ് എടുക്കാൻ ഉപയോഗിക്കുന്നത് വേറെ 2 ക്യാമറയുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇൻസ്റ്റയുടെ Ace Pro 2 എന്ന് പറയുന്നത്, അതായത് ഒരു ആക്ഷൻ ക്യാമറയാണ്, ചെറിയൊരു ബ്ലോക്കാണ്. അപ്പോൾ ഈ ക്യാമറയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ മൗണ്ട് ചെയ്യാം, ഷോൾഡറെ വെച്ചുകൊണ്ട് പോകാം, ചെസ്റ്റ് മൗണ്ട് ചെയ്യാം, ചെസ്റ്റെ വെച്ചുകൊണ്ട് പോകുന്ന ബെൽറ്റുകളൊക്കെ കിട്ടും മേടിക്കാനായിട്ട്, അതിൽ വെച്ചുകൊണ്ട് പോകാം, ഹെഡ് മൗണ്ട് ചെയ്യാം, കഴുത്തേൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് POV എന്ന് പറഞ്ഞത് പോയിന്റ് ഓഫ് വ്യൂ, എൻ്റെ കാഴ്ചയുടെ രീതിയിലുള്ള ടൈപ്പ് വ്ളോഗുകൾ ചെയ്യാൻ പറ്റും. അത് ഒരു നല്ലൊരു ഓപ്ഷനാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DJIയുടെ പോക്കറ്റ് 3 എന്ന് പറയുന്ന ക്യാമറയാണ്. എൻ്റെ കയ്യിൽ ഒരു പോക്കറ്റ് 2 ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ വ്ളോഗൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഈ ക്യാമറ വെച്ചിട്ടുണ്ട്. വളരെ ഷോർട്ടാണ്, കയ്യിലിരിക്കുന്ന ടൈപ്പാണ്. ഇതുപോലെ തന്നെ പോക്കറ്റ് 3 കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു ക്യാമറയാണ്. അത് വളരെ ഹാൻഡിയാണ്, നമുക്ക് കൊണ്ടു നടക്കാം, പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാം. ഫോൺ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ചെറിയ സ്റ്റിക്ക് പോലെ ആയിരിക്കും, ഇത്ര വലിപ്പത്തിലിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പോക്കറ്റിലൊക്കെ നല്ല ഈസി ആയിട്ട് കിടക്കും, വെളിയിലൊന്നും ചാടി പോകത്തില്ല. ഇതൊക്കെയുള്ള ഗുണമുണ്ട്. മാത്രമല്ല അതിൽ 4K 60 വരെ കിട്ടും. ഇപ്പോൾ പുതിയ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനി നോക്കണം, ഇനി 4K 120 കിട്ടുമെന്ന്. പക്ഷേ 4K 60 ഉറപ്പായിട്ടും കിട്ടും. 4Kയിൽ 60 ഫ്രെയിംസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 60 ഫ്രെയിംസിൽ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കണ്ണിൻ്റെ വിഷ്വൽ എന്ന് പറയുന്നത് 24 ഫ്രെയിം പെർ സെക്കൻഡാണ്. അപ്പോൾ 24ന് മുകളിലോട്ടുള്ള ഏതാണെങ്കിലും നമുക്ക് ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാമറ. അങ്ങനെ 4 ക്യാമറാസാണ്, ശരിക്കും പറഞ്ഞാൽ 5 ക്യാമറാസാണ് ഞാൻ പൊതുവെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വ്ളോഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് പോക്കറ്റ് 3യും Ace 2 Pro ആണ്. കാരണം ഹാൻഡിയാണ്, കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ഇത് രണ്ടും അല്ലാതെ വേറെ ഒരു കാര്യം കൂടി ഞാൻ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. ഫോൺ വെച്ചിട്ട് വ്ളോഗ് എടുക്കാറുണ്ട്. വ്ളോഗ് എടുക്കുന്നത് കാരണം ഫോണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഉള്ള കാര്യമാണ്, പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നതാണ്. ആവശ്യമുള്ളപ്പോഴത്തേന് നേരെ എടുക്കുക, ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. 2 ഫോണുണ്ട്, 2 ഫോണിനും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ ഏത് ക്യാമറയിൽ എടുക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് എന്ത് പ്രോഡക്റ്റ് വേണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ എടുക്കുന്ന വ്ളോഗ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഡിയൻസിലേക്കാണ് എത്തുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ചില ആൾക്കാർ കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇച്ചിരിയുടെ ബെറ്റർ ആയിട്ടുള്ള ക്യാമറാസാണ് എപ്പോഴും നല്ലത്. എന്നാലും ഫോൺ വെച്ചും എടുക്കാൻ പറ്റും. ഞാൻ ഫോൺ വെച്ചും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ ട്രാവൽ ഇതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡി ആയിട്ടുള്ള ക്യാമറാസാണ് നല്ലത്. നിങ്ങൾക്കിപ്പം ബഡ്ജറ്റ് എത്രയാണെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ നമുക്ക് അത്യാവശ്യം വ്ളോഗ് എടുക്കാൻ, അതായത് ഫുട്ടേജ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് മതി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ഫുട്ടേജ് മനസ്സിലാക്കേണ്ട കാര്യം 4K 30യിലെങ്കിലും എടുത്തിരിക്കണം എന്നൊരു സംഭവമുണ്ട്.
അതായത് നമുക്ക് കിട്ടുന്ന ഫുട്ടേജ് ഗ്രെയിനി ഫുട്ടേജ് ആണെങ്കിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കത്തില്ല. കാരണം കണ്ടുവരുമ്പം തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് പോകും. കാരണം ആൾക്കാർക്ക് വിഷ്വലാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, പിന്നെയാണ് കേൾക്കുന്നത് കാര്യം എന്നുള്ളത്. അപ്പോൾ വിഷ്വൽ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേൾക്കുന്ന കാര്യവും പ്രോപ്പറായി വരത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് ക്യാമറയുടെ കാര്യം പറയാനുള്ളത്. സെക്കൻഡ്ലി പറയാനുള്ളത് എന്ന് പറയുന്നത് നമ്മൾ എഡിറ്റിംഗ് ആണ്. നമുക്ക് കിട്ടുന്ന സാധനം കമ്പ്യൂട്ടറിലാണോ ഫോണിലാണോ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫോണിൽ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് VN എന്നും CapCut എന്നും ഐഫോൺ ആണെങ്കിൽ iMovie എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പൈസ കൊടുത്ത് മേടിക്കേണ്ട സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ളത് കിട്ടത്തില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ബേസിക് ആയിട്ടൊരു വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറിന് ഇപ്പോൾ ഈ ഉള്ള ബേസിക് സെറ്റപ്പ് തന്നെ മതിയാവും. അപ്പോൾ ഫോണിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് നോക്കി കണ്ടുപിടിക്കാവുന്നതാണ്. ഈവൻ ഈ പറയുന്ന CapCutൻ്റെ ആണെങ്കിലും VNൻ്റെ ആണെങ്കിലും കുറേ ഉണ്ട്, കുറേ സോഫ്റ്റ്വെയർ ഉണ്ട്. നിങ്ങൾക്ക് കൈക്ക് ഹാൻഡ് ചെയ്യാവുന്ന ഏത് സോഫ്റ്റ്വെയർ ആണ് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. തേർഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ് തിങ്, നമ്മളിത് കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുമ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെ സെയിം തിങ് ആണ്. പക്ഷേ ഇച്ചിലൂടെ നമുക്ക് വർക്ക് ഫ്ലോ ബെറ്റർ ആയിരിക്കും കമ്പ്യൂട്ടർ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത വ്ളോഗ് ഞാനിങ്ങനെ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേന് നിങ്ങളുടെ വർക്ക് ഫ്ലോ കുറച്ചുകൂടി ഈസിയാണ്, കട്ട് ചെയ്യാനൊക്കെ ഈസിയാണ്. മറ്റേ ഫോൺ പോലെ കുഞ്ഞ് ഇതിൽ കിടന്ന് പണിയേണ്ട കാര്യമില്ല. നമുക്ക് പ്രോപ്പറായിട്ട് കട്ടിങ്, പ്ലേസിങ്, ഈ പറയുന്ന മ്യൂസിക് പ്ലേസ്മെൻറ്റ്, നമുക്ക് ലോഗോ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. അടുത്തത് അപ്ലോഡിങ് എന്ന് പറയുന്നത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അത് പൊതുവെ എല്ലാവരും ഈ പറയുന്ന സോഫ്റ്റ്വെയറിൽ എടുക്കുമ്പോൾ അതിൻ്റെ അതായത് എക്സ്പോർട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രോപ്പർ സെറ്റിങ്ങിൽ എക്സ്പോർട്ട് ചെയ്താൽ യൂട്യൂബിൽ വരുമ്പോൾ നല്ല ബെസ്റ്റായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലോഗിനെ പറ്റി പറയുകയാണെങ്കിൽ തീരേണ്ട കാര്യം. ഇനി ഞാൻ എടുത്ത ബ്ലോഗ് എങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. യമണ്ടൻ എന്ന പദം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? മണ്ടൻ എന്നാണോ? നമുക്ക് നോക്കാം. 1914 സെപ്റ്റംബർ 22 രാത്രി 9:45 മദ്രാസ് പട്ടണം ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഒന്നാം ലോകമഹായുദ്ധകാലമാണത്. അപ്പോൾ ദൂരെ നടക്കുന്ന യുദ്ധത്തിൻ്റെ അലയൊലികൾ ഇന്ത്യയിലേക്ക്, സ്പെഷ്യലി ദക്ഷിണേന്ത്യയിലേക്ക് അത്രമാത്രം എത്തിയിട്ടില്ല. അപ്പോൾ ഈ രാത്രിയുടെ മറവിൽ കിഴക്കിൻ്റെ അരയന്നം എന്ന് പേരുള്ള ഒരു കപ്പൽ വന്ന് മദ്രാസ് തുറമുഖത്ത് വന്ന് നങ്കൂരമിടുന്നു. ആ കപ്പലിൽ നിന്ന് 130 റൗണ്ട് പീരങ്കികൾ ശബ്ദിച്ചു. ലക്ഷ്യം വെച്ചിരിക്കുന്നത് ബർമ ഓയിൽ കമ്പനിയുടെ 10 ലക്ഷം ലിറ്റർ മണ്ണെണ്ണ ശേഖരിച്ചു വച്ചിരിക്കുന്ന പൈപ്പുകളും ടാങ്കുകളുമാണ്. ഒരു ഉണ്ട പോലും ലക്ഷ്യം തെറ്റാതെ കൃത്യമായി എല്ലാ ടാങ്കറുകളിലും പതിച്ചു. എണ്ണ ടാങ്കറുകൾ നിന്ന് കത്തി. മദ്രാസ് പട്ടണം നട്ടുച്ച പോലെ ജ്വലിച്ചു. ആൾക്കാർ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് ഓടാൻ തുടങ്ങി. അപ്പോൾ അവരറിഞ്ഞു, ജർമ്മൻ അല്ലിയോട എന്നൊക്കെ ചോദിക്കുന്ന പോലെ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു കപ്പലാണത്. ചരക്ക് കപ്പൽ എന്നുള്ള രീതിയിൽ വേഷം മാറി സഞ്ചരിക്കുന്ന SMS എംഡൻ. ജർമ്മനിയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എംഡൻ എന്ന്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഒരു കപ്പലാണ്. 12 ബോയിലറുകളുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റീമിൽ വർക്ക് ചെയ്യുന്ന ഒരു കപ്പലാണത്. അന്നു മുതൽ മദ്രാസ് ജനത്തിന് വരുന്നതും പോകുന്നതും അറിയാത്ത രീതിയിൽ ഒളിഞ്ഞു മാറി നടക്കുന്നവനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡായി എംഡൻ എന്നുള്ളത്. കൊളോക്കിയലി അത് വന്നപ്പോൾ എമണ്ടൻ എന്ന് വന്ന് മാറി. തമിഴ്നാട്ടിലൊക്കെ കുട്ടികളെ പേടിപ്പിക്കാനായിട്ട് വേഗം ചോറ് കഴിച്ചോ, എമണ്ടൻ വരും എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് കാര്യങ്ങളെത്തി. എന്നാൽ ഇത് മലയാളത്തിലെത്തിയപ്പോൾ എമണ്ടൻ എന്നുള്ളത് വലുത് എന്നുള്ള അർത്ഥത്തിലേക്ക് മാറി. വലുത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ എമണ്ടൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ ഹിസ്റ്ററി ഇതാണ്. ഇനി നാളത്തെ വേർഡ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കസബ എന്നൊക്കെ. നമുക്ക് ചിലർക്കെങ്കിലും അറിയാം കസബ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ കസബ? അത് പല സ്ഥലങ്ങളിലും ഉള്ള പോലീസ് സ്റ്റേഷനാണോ അതോ ഒരിടത്ത് മാത്രമുള്ള പോലീസ് സ്റ്റേഷനാണോ? നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക, ഇല്ലെങ്കിൽ നാളെ നോക്കാം.
ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ മെൽബണിൽ പോയപ്പോൾ എടുത്ത ഫുട്ടേജുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട ഫുട്ടേജുകൾ ഓൾറെഡി ഞാൻ കമ്പ്യൂട്ടറിലേക്ക് കയറ്റിയിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് എങ്ങനെ പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ശരിയായിട്ട് പറഞ്ഞാൽ പ്രീമിയർ പ്രോ യൂസ് ചെയ്യുന്നുണ്ട്, ഡാവിഞ്ചി റിസോൾവ് യൂസ് ചെയ്യുന്നുണ്ട്. സാറിന് ഞാൻ ചെയ്യുന്നത് ഡാവിഞ്ചി റിസോൾവാണ്. ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെയാണ് ബേസിക്കായിട്ട് എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇന്ന് പ്രീമിയർ പ്രോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രീമിയർ പ്രോ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ പ്രോ എടുക്കുക. എൻ്റെ കയ്യിൽ കിടക്കുന്നത് 2004 ആണ്. അപ്പോൾ അതെടുക്കുക. അപ്പോൾ അത് ഓണായി വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ ചെയ്ത ഫയലുകളെല്ലാം ഇവിടെ വരും. ഞാനൊരു ന്യൂ പ്രോജക്റ്റ് എടുക്കുകയാണ്. ന്യൂ പ്രോജക്റ്റ് എടുക്കുമ്പോഴത്തേന് അവർ ചോദിക്കും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു പേര് കൊടുക്കുക, ഡെയിലി വ്ളോഗ് ഓഫ്, ഇന്ന് 21 ആണ്, 21/8 അങ്ങനെ കൊടുക്കുക. ഇവിടെ സീക്വൻസ് ഉണ്ട്, ഈ സീക്വൻസിൻ്റെ പേര് നമുക്ക് മാറ്റി കൊടുക്കാം, ഡെയിലി വ്ളോഗ്. ഇനി ഇതിൻ്റെ എന്താ പറയുക, ഇനി ഇതിൻ്റെ ലൊക്കേഷനുണ്ട്. ഇനി ചൂസ് ലൊക്കേഷൻ കൊടുക്കുക. ഓൾറെഡി 21 ഓഗസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബേസ് ഫയൽസ് എല്ലാം ഇതിൻ്റെ അകത്തായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് തന്നെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്തിട്ട് പ്രീമിയർ പ്രോ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് സെലക്ട് ഫോൾഡർ കൊടുക്കുക. അപ്പോൾ അത് ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. അതായത് ഡെയിലി വ്ളോഗ്സ് 21 ഓഗസ്റ്റ് പ്രീമിയർ പ്രോ ഫയൽസ്. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോഴത്തേന് ബേസിക് ആയിട്ടുള്ള ഒരു ലേ ഔട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള ഫയൽസ് പ്രോപ്പറായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇതുപോലൊരു ഫയലാണ്, ഇതുപോലൊരു സംഭവമാണ് നമുക്ക് ഓപ്പണായി വന്നിരിക്കുന്നത്. ഓപ്പണായി വന്നിരിക്കുമ്പോൾ നമുക്കിനി എന്നാ ചെയ്യേണ്ടത്, നമുക്കിതിലേക്ക് ഫയൽസ് ആഡ് ചെയ്യണം. എങ്ങനെ ഫയൽസ് ആഡ് ചെയ്യാം? ഒന്നുകിൽ ഫയൽ ഇമ്പോർട്ട് എന്ന് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഈ ടോട്ടൽ ഫയൽ അങ്ങ് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ അന്നത്തെ ദിവസം ഇടാൻ ഉദ്ദേശിക്കുന്ന ഫയലുകൾ മുഴുവൻ ഇതിൻ്റെ അകത്തേക്ക്, ഈ ഫോൾഡറിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതപ്പോൾ അത് ഫുള്ള് ഇമ്പോർട്ട് ഫയൽസ് എന്ന് ഇവിടെ വരും. അപ്പോൾ അത് ജസ്റ്റ് വൺസ് വന്നു കഴിയുമ്പോഴത്തേന് നമുക്കത് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും, ഈ കിടക്കുന്ന ഫയലുകളെല്ലാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഫയലുകളാണ്. നമ്മൾ നിൽക്കേണ്ടത് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് ആദ്യം ഓപ്പണായി വന്നത്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എഡിറ്റിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഫയലുകളെല്ലാം അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടും. അത് ആണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണെന്നുള്ളത് നോക്കാം. ഇത് ഏത് ഫയലാണ് ആദ്യമായിട്ട് ഇട്ടേണ്ടതെന്ന് നോക്കണം. ഞാൻ സാധാരണ ഇപ്പുറത്തൊരു വലിയ ഇതുണ്ട്, അതിലാണ് എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ റെക്കോർഡിങ് നടക്കുന്നത് ഈ ചെറിയ ഇതേ മാത്രമേ ഉള്ളൂ. കാരണം വലുതേൽ ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോ എടുത്തു കഴിയുമ്പോഴത്തേന് ക്ലിപ്പുണ്ടാവും. ഇതാകുമ്പോൾ കൃത്യം നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ, നിങ്ങളുടെ മോണിറ്ററെ കാണാവുന്ന രീതിയിലുള്ള പരിപാടി. ഇത് സ്റ്റാൻഡേർഡ് മോണിറ്ററാണ്, കാരണം ഇതിൻ്റെ റിവ്യൂ കാണാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേ തന്നെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ സ്മോളായിട്ടേ വരത്തുള്ളൂ. കാരണം നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോഴേ. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് നോക്കട്ടെ. ഓക്കെ, 28 ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഇത് കണ്ടുപിടിക്കുക. ഇതിലൊരെണ്ണമാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ രണ്ടും ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. കാരണം ഒരെണ്ണം ഡമ്മി ആയിട്ട് ചെയ്തതാണ്, ഒരെണ്ണം ശരിയായിട്ടുള്ളത്. അതിപ്പോൾ ഏതാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ലെറ്റ്സ് സീ. ഇത് പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, യൂണിവേഴ്സലായിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് സ്പേസ് ബാറാണ്. ഗുഡ് മോർണിംഗ് യൂട്യൂബ്, നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ മെൽബൺ വരെ ഒന്ന് പോവാണ്. ഓക്കെ, അതാണ് അതിൻ്റെ സംഭവം. ഞാൻ ഇനി ഇത് ഫാസ്റ്റായിട്ട് എങ്ങനെ ചെയ്തു പോകുന്നതെന്ന് കാണിക്കാം. ഇത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ജനറേറ്റിംഗ് പീക്ക് ഫയൽ എന്നുള്ള ഒരു പരിപാടി വന്നുകൊണ്ടിരിക്കും. ഇത് പീക്ക് ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയോ ഫയലിൻ്റെ സ്പെക്ട്രം കിട്ടും ഇവിടെ. ആ സ്പെക്ട്രത്തെ ബേസ് ചെയ്തിട്ടാണ് സാറിന് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മൾ എവിടെ എത്തി എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. എന്നാൽ ഈ സ്പെക്ട്രം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം. അതിൽ ഇങ്ങനെ സ്പെക്ട്രം വരും, എവിടെയാണ് നമ്മൾ സംസാരം തുടങ്ങുന്നത്, സംസാരം നിർത്തുന്നത് എന്നെല്ലാം അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ സ്പെക്ട്രം വന്നു. ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ സ്പെക്ട്രം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്പെക്ട്രം ഇങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ഒന്നുകിൽ ഇതേ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇങ്ങനെ വലുതാക്കാം. ഇതേ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ
ഹൊറിസോണ്ടലായിട്ടും വലുതാവും. അപ്പോൾ നമുക്ക് ഈ സ്പെക്ട്രം കാണാൻ പറ്റും. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താണ്. ഗുഡ് മോർണിംഗ് യൂട്യൂബ്, നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഫെയർ ആയിട്ട് എടുത്ത കോപ്പി. ഇത് റഫ് കോപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ റഫ് കോപ്പി അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഹൈലൈറ്റ് ആകുന്നുണ്ടോ, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് ബട്ടൺ അങ്ങ് പ്രസ് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ ഫ്രീ ആയിട്ട് വന്നു. ഇതിപ്പോൾ കാണാൻ പറ്റത്തില്ല, ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടെന്നാൽ കാണാം. എന്നിട്ട് നമ്മൾ ഇതെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവെക്കുക. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ എന്നിട്ടിന്നെ ഈ എവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം. ഈ സ്പെക്ട്രം നോക്കുക, ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അറിയാം. ഗുഡ് മോർണിംഗ് യൂട്യൂബ്, നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മെൽബണിലേക്ക് ഒരു ചെറിയ ട്രിപ്പാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറുണ്ട് മെൽബൺ എന്ന് പറയുന്നത്. ഏകദേശം 100 കിലോമീറ്ററിനടുത്തുണ്ട്. പക്ഷേ ഇന്ന് ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ നേരത്തെ അങ്ങ് എത്തും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഖത്തറിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പ്ലേ ചെയ്യുന്നത് നമ്മുടെ സ്പേസ് ബാറാന്ന് പറഞ്ഞല്ലോ. അതായത് പ്ലേ ചെയ്യുന്നത് തന്നെ പോസ് ചെയ്യുന്നതിന്, അല്ലാതെ തന്നെ ഇവിടെ ഒരു ബട്ടണുണ്ട്, ഇതേലും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോപ്പ് ഉണ്ട്. ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും, സ്റ്റോപ്പ് ചെയ്ത് അത് വർക്കാവും. ഓക്കെ, ചില ആൾക്കാർക്ക് ടച്ച് സ്ക്രീനുള്ള ലാപ്ടോപ്പുകളുണ്ടല്ലോ, അപ്പോൾ ഈ ഭാഗം യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫാമിലി എല്ലാം പുറകെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിയെ ഒന്ന് മീറ്റ് ചെയ്യണം. മാത്രമല്ല ഇന്ന് വൈകുന്നേരം യൂണിയൻ ബോർഡിൻ്റെ മീറ്റിങ്ങും ഉണ്ട്, ഡിന്നറും ഉണ്ട്, അത് പങ്കെടുക്കണം. അങ്ങനെ 2-3 പരിപാടികളാണ് ഇന്ന് മെൽബണിലുള്ളത്. മെൽബണിൽ ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കൂർ ദൂരം, അതുകൊണ്ട് എപ്പോഴും പോക്ക് പരിപാടികളൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ പോകുന്നതേ ഉള്ളൂ. സോ നമുക്ക് പോവാം. പോകാൻ റെഡിയാണോ? ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഷോ. അങ്ങനെ പലതവണ ഞാൻ പറഞ്ഞു നോക്കി, ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ആദ്യം തുടങ്ങിയത് ഇങ്ങനെയാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം ഡ്രാഗ് ചെയ്ത് ബിഗ് ആക്കുന്നു. എന്നിട്ട് ഈ സാർ നമ്മൾ ഫോണിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ കോർണറിലേക്ക് വരുമ്പോഴത്തേന് ഇതുപോലൊരു ഐക്കണിനൊരു ചേഞ്ച് ഉണ്ടാവും. ഈ ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേന് അതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ അത് അവിടെ വന്നിരിക്കും. ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ട് ഫസ്റ്റ് വെക്കുക, എന്നിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നോക്കുക. ഗുഡ് മോർണിംഗ് യൂട്യൂബ്, നല്ല ഓക്കെ, ഇത് ഞാൻ വലിച്ചപ്പോൾ ആ സ്പെക്ട്രം പോയത് പിന്നെ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം ഇത് വലിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകണം. അതുകൊണ്ട് പിന്നെയും പീക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഫാസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല, അത് വർക്ക് ചെയ്തോളും ബാക്കിൽ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാൻ ഇതാണ് എൻ്റെ സ്ലൈഡർ എന്ന് പറയുന്നത്. സ്ലൈഡർ ഇങ്ങനെ സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് പ്ലേ. നമുക്ക് പോവാം. അപ്പോൾ ഇവിടെയാണ് നമുക്കിനി കട്ട് വേണ്ടത്. കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് റേസർ ടൂളാണ്. ഇതുണ്ട്, ഈ റേസർ ടൂൾ എന്ന് പറയുന്നത് ഒന്നിൽ അത് ക്ലിക്ക് ചെയ്യുക, ലെസ്സി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കണേ നമ്മളിങ്ങനെ ബിഗ് ആക്കും. അപ്പോൾ ഞാൻ ഇവിടെയാണ് സോ എന്ന് പറഞ്ഞേക്കുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കണ്ടാൽ അറിയാം, അതിൻ്റെ ഒരു പീക്ക് ഇങ്ങനെ പോയേക്കുന്നുണ്ടോ. അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് ഉണ്ടോ, അവിടെ ആണ് എനിക്ക് കട്ട് ചെയ്യേണ്ടത്, അതിന് മുമ്പാണ് എനിക്ക് കട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ കൊണ്ടുവെക്കുക. എന്നിട്ട് ഇനി എവിടെയാണ് കട്ട് ചെയ്യുന്നത് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക. ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ കട്ടായി, ഇനി എവിടെ വരെയാ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാനായിട്ട് പിന്നെയും പ്ലേ ചെയ്ത് നോക്കുക. നമുക്ക് പോവാം. പോകാൻ റെഡിയാണോ? ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഷോ. അപ്പോൾ ഇവിടെ തൊട്ടാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിലേക്ക് വരിക, ഈ സെലക്ഷൻ ടൂളിലേക്ക് വരിക. സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പം ഇത് ഹൈലൈറ്റ് ആകും. ഹൈലൈറ്റ് ആയിട്ട് ഡിലീറ്റ് ബാർ പ്രസ് ചെയ്യുക. ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോൾ അത് പോകും. എന്നിട്ട് നീ ചെയ്യേണ്ട പരിപാടി ഇത് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഇതിനടുത്ത് കൊണ്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇനി എങ്ങനെ ഇത് പ്ലേ ആണെന്ന് നോക്കണ്ടേ. മാത്രം ഇതുപോലെ പോകുന്നതേ ഉള്ളൂ. ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ പോകുന്നതേ ഉള്ളൂ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഷോ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അവിടെ കട്ടായി. ഇനി ഈ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് അവസാനിപ്പിക്കേണ്ട സംഭവം ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതിന് നമുക്കൊരു ഇത് കൊടുക്കണം, അതായത് ഒരു ഫെയ്ഡ് ഔട്ട് എഫക്റ്റ് കൊടുക്കണം. അതായത് ഇതിൽ നിന്ന് ബ്ലാക്കിലോട്ട് പോകുന്ന ഒരു എഫക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ബ്ലാക്കിൽ നിന്ന് ഇതിലേക്ക് കയറി വരുന്ന എഫക്റ്റ് ഫ്രണ്ടിൽ കൊടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു. അതിന് സിമ്പിളായിട്ടൊരു കീ ഉണ്ട്. ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് ഡീഫോൾട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ പിന്നീട് എടുക്കാം. ഈ ഒപ്പാസിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയുടെ എത്ര % കാഴ്ച വേണം എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ബ്ലാക്ക് ആരോ ആണ് വരുന്നത്. എന്നിട്ട് നമ്മുടെ കൺട്രോൾ ഓർ കമാൻഡ് കീ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ക്ലിക്ക് കൊടുക്കുമ്പം ഇവിടെ ഒരു കീ ഫ്രെയിം ജനറേറ്റ് ആവും. ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിക്കാം. പക്ഷേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ഇനി സ്റ്റാർട്ടിങ്ങിൽ ഇത് കൊണ്ടുവെക്കുക, കൺട്രോൾ പ്രസ് ചെയ്യുക, അന്നേരം കളർ മാറി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 കീസ് നമ്മളിവിടെ പ്ലേസ് ചെയ്തു. ഈ കീയിൽ ലാസ്റ്റ് കീ അങ്ങ് വലിച്ച് താഴോട്ട് കൊണ്ടുവരിക. അപ്പോൾ അവിടെ റീഡിങ് വരും. കാരണം താഴോട്ട് കൊണ്ടുവന്നതനുസരിച്ച് അതിൻ്റെ റീഡിങ്ങുകൾ മാറുന്നുണ്ട്. 25, 50, 100 ഇങ്ങനെ വന്ന് 100 വരെ വരുള്ളൂ. കാരണം 100% എന്ന് പറഞ്ഞാൽ ടോട്ടലി കാണാം എന്നുള്ളതാണ്. ഇത് ആകുമ്പോഴത്തേന് താഴോട്ട് പോകുന്നതനുസരിച്ച് ഇത് ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോകുന്നതനുസരിച്ച് 25 ആയി 12 ആയി അതങ്ങ് നേരെ 0 ആക്കുക. 0 ആക്കി ഇതിങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കോട്ടും നമുക്ക് ഡ്രാഗ് ചെയ്യാം. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്കത് കൊണ്ടുവരാം. പക്ഷേ നമുക്കിപ്പോൾ ആദ്യത്തെ ഒന്നാണ് വേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതെങ്ങനെ പ്ലേ ആയി വരുമെന്ന് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് യൂട്യൂബ്. അത് ബ്ലാക്കിൽ നിന്ന് കയറി വന്നു. ഇതിന് ചെയ്യാൻ വേറെ എഫക്റ്റുകളും ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പല ഇത് പ്ലേസ് ചെയ്യുക, ഓരോന്നോരോന്നായി പ്ലേസ് ചെയ്യുക. വൺസ് ഫിനിഷ് ആയി കഴിയുമ്പോഴത്തേന് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇതിനകത്ത് വർക്കാണ് കേട്ടോ. എല്ലാം പറ്റും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് വർക്കാവണം. എന്നിട്ട് ബാക്കി ഇത് ഫുള്ള് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കണം. ഇനി ഇതിൻ്റെ അകത്ത് ഒരു സൗണ്ട് എങ്ങനെ ഇടാമെന്ന് നമുക്ക് നോക്കാം. സൗണ്ട് ഇടാനായിട്ടും ഇമ്പോർട്ട് ബട്ടൺ തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഫയൽ എടുത്തിട്ട് ഇമ്പോർട്ട് എടുക്കുക. എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ കുറേ സൗണ്ടുകൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു സൗണ്ട് നമുക്ക് എടുക്കാം. വിസ്പേഴ്സ് ഓഫ് സൈലൻ്റ് എന്ന് പറയുന്ന ഈ സാധനം കൂടെ എടുക്കുക. ഇതെടുത്ത് കഴിയുമ്പം അത് നമ്മുടെ ഇവിടെ വന്നു, ഇമ്പോർട്ട് പ്ലെയിനിൽ വന്നു. കാരണം ഞാനിത് ഇച്ചിരി ചെറുതാക്കി വെച്ചാൽ, കാരണം എനിക്ക് ഈ സൈഡ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇമ്പോർട്ട് പ്ലെയിനിൽ ഈ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, വെറുതെ താഴോട്ട് ഡ്രാഗ് ചെയ്തിട്ട് അയച്ചാൽ മതി. അപ്പോൾ അതോടെ സൗണ്ട് സെറ്റായി. അപ്പോൾ ഇതെങ്ങനെ സൗണ്ട് വരുമെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മെൽബണിലേക്ക് അത്രയും സിമ്പിളാണ്. ഇനി ഇതിൻ്റെ സൗണ്ടിൻ്റെ വോളിയം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗം ഞാൻ പറയാം. ഈ സ്ലൈഡർ ഉണ്ടല്ലോ, ഈ സ്ലൈഡർ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ടൊരു സ്ലൈഡർ കാണാം. ആ സ്ലൈഡറെ പിടിച്ച് ഇങ്ങനെ താഴ്ത്ത് മാറ്റുമ്പോൾ എത്ര % dB കുറയുന്നു എന്നുള്ളത്. കാരണം ഇപ്പോൾ ഇങ്ങനെ നേരത്തെ കടന്ന പോലെയാണെങ്കിൽ സംസാരിക്കുന്നതിന് മുകളിലാണ് മ്യൂസിക് കിടക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് വേണ്ട സംസാരം കേൾക്കണം, മ്യൂസിക് ഫെയ്ഡായിട്ട് ബാക്കിൽ കിടക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ സ്ലൈഡർ താഴോട്ട് മാറ്റുക, അല്ലെങ്കിലുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ എഫക്ട് കൺട്രോളിൻ്റെ പാൻ കണ്ടുപിടിക്കുക. എഫക്ട് കൺട്രോൾ എങ്ങനെ കിട്ടാം? വിൻഡോയ്ക്കകത്ത് പോയി കഴിഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ എഫക്ട് കൺട്രോൾസ് എന്നുള്ളത് ഇതുണ്ട്, Shift 5 എന്നുള്ളതാണിത്. എഫക്ട് കൺട്രോൾസ് എടുക്കുക. എഫക്ട് കൺട്രോൾസിൽ ഈ ചാനൽ വോളിയം എന്ന് പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? ഈ ചാനൽ വോളിയം ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് നമുക്ക് പാനിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ലെവലാണ് നമുക്ക് മാറ്റാനുള്ളത്. ഈ ലെവലിൻ്റെ അകത്ത് അപ്പോൾ ഈ ലെവലിനകത്ത് നമ്മൾ വേണ്ട ഇത് അടിച്ചു കൊടുക്കുക. നമ്മൾ വോളിയം കുറയ്ക്കാനായിട്ട് നെഗറ്റീവാണ് കൊടുക്കുന്നത്, വോളിയം കൂട്ടാനായിട്ട് പോസിറ്റീവാണ് കൊടുക്കുന്നത്. നെഗറ്റീവ് നമുക്ക് ഇൻഫിനിറ്റി വരെ ചെയ്യാം, പോസിറ്റീവ് +15 വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ വോളിയം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെന്നെങ്കിലും വോളിയത്തിൻ്റെ ആംപ്ലിഫൈഡൊക്കെ എഫക്റ്റുകളുണ്ട്, അതുകൊണ്ട് ഇട്ടിട്ടേ പിന്നെ വോളിയം കൂട്ടാൻ പറ്റത്തുള്ളൂ. സോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു -20 അങ്ങ് കൊടുക്കുക. ഓക്കെ, -20 എന്ന് കൊടുക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണാം ഈ സ്ലൈഡർ താഴോട്ട് പോയത് കണ്ടാം. അപ്പോൾ ഇനി പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഒട്ടും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാ ചെയ്യേണ്ടേ? ഇനി നമുക്ക് സ്ലൈഡർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിച്ചല്ലോ. ഞാൻ കൂടുതലും സ്ലൈഡറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ലൈനിൽ ക്ലിക്ക് ചെയ്യുക, കുറച്ചുകൂടി ഇങ്ങനെ മുകളിലോട്ട് വെക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതി വരും എത്ര dB ആണ്. കാരണം സൗണ്ടിനെ കുറിക്കുന്നതിൻ്റെ അളവെന്ന് പറയുന്നത് dB ആണല്ലോ. അപ്പോൾ ഇതൊരു 15 ആക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇന്ന് ഞാൻ മെൽബണിലേക്ക് ഒരു ചെറിയ ട്രിപ്പാണ്. അതും വളരെ കുറവാണ്. നമുക്കൊരു ശക്കലോടെ കൂട്ടാം. ഒരു -8 നോക്കാം എത്രയാണെന്ന്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ. അതൊരു ശക്കലം കൂടുതലാണ്. അപ്പോൾ 8 എന്നുള്ളത് നമുക്ക് 10 ആക്കാം. -10. മെൽബൺ എന്ന് പറയുന്നത് ഏകദേശം 100 കിലോമീറ്ററിനടുത്തുണ്ട്. പക്ഷേ ഇന്ന് ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ നേരത്തെ അങ്ങെത്തും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഖത്തറിൽ നിന്ന് വന്നിട്ടുണ്ട്.
അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ മുകളിലുണ്ട്. ഇമ്പോർട്ട്, എഡിറ്റ്, എക്സ്പോർട്ട് ആണല്ലോ. ഈ എക്സ്പോർട്ട് എടുക്കുക. എക്സ്പോർട്ടിൽ വരുന്ന ഓപ്ഷൻസ് വരട്ടെ. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേന് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ചില ട്രിക്കുകളും പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഡെയിലി വ്ളോഗിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ ലിമിറ്റേഷൻ ഉണ്ട്. ഞാനൊരു ട്രെയിനിങ് ആയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് പലതരത്തിലുള്ള രീതിയിൽ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് പ്രീസെറ്റുകൾ കുറേ ഉണ്ട്. നമ്മളിത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് പ്രീസെറ്റ് വേണം എന്നുള്ളതാണ്. പൊതുവേ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K UHD എന്ന് പറയുന്ന സാധനമാണ് എടുക്കുന്നത്. 4K UHD എടുക്കുകയാണെങ്കിൽ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള, അതായത് യൂട്യൂബിലേക്ക് ഇടാനുള്ള ആ കറക്റ്റ് റെസൊല്യൂഷൻ കിട്ടും. പിന്നെ വീഡിയോ എങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ബിറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാനുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സ് ഇത് ഫിക്സ് ആക്കി കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. പിന്നെ എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുക്കുമ്പോഴത്തേന് ഇവിടെ ആണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കണം. ഇതിൻ്റെ ലൊക്കേഷൻ പോകുന്നതെന്ന് അറിയണം. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാണല്ലോ, ഈ പേജാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട്. ഈ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് ലൊക്കേഷൻ കൊടുക്കുക. അതിൻ്റെ പേര് നമുക്ക് മാറ്റിയിട്ട് ഡെയിലി വ്ളോഗ് 21st എന്നുള്ളത് കൊടുക്കുക, സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ അതിവിടെ മുഴുവൻ മാറി. എന്നിട്ട് നേരെ എക്സ്പോർട്ട് എന്ന് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. ഇത് പ്രീമിയർ പ്രോയിലുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തത്. ഡാവിഞ്ചി റിസോൾവിലുള്ള ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാനിത് പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് ചെയ്യുന്ന ഫ്രം ടോപ്പ് ടു ബോട്ടത്തിൻ്റെ ഒരു ട്രെയിനിങ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ പ്രീമിയർ പ്രോ ഇതുവരെ ചെയ്തില്ല. ഡാവിഞ്ചി റിസോൾവ് ഞാൻ കൂടുതലും ചെയ്തത്. കാരണം പ്രീമിയർ പ്രോയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് പ്രീമിയർ പ്രോ ആണ്. ഡാവിഞ്ചി റിസോൾവ് എന്ന് പറയുന്നത് പിന്നീട് വന്നതാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ പ്രീമിയർ പ്രോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ആ വീഡിയോയ്ക്ക് വരുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.